എല്ലാവർക്കും ഗ്രാൻഡ്മാസ് കിച്ചൻ്റെ പുതിയൊരു റബ്ബർ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ റബ്ബർ തോട്ടത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറേയൊക്കെ വള്ളികളും കുറ്റിച്ചെടികളൊക്കെ ആയിട്ട് കാട് പിടിച്ച പോലെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കണം. വേനൽ മഴയൊക്കെ എപ്പോഴും ഉണ്ടല്ലോ, എല്ലാ സമയത്തും ഉണ്ട്. ഇത്തവണ മഴ അങ്ങനെ ഒരുപാട് എല്ലാ മാസങ്ങളിലും മഴ കിട്ടിയിട്ടുണ്ട്. മഴ മാറിയിട്ടൊന്നുമില്ല. അത് കാരണം കൊണ്ട് പച്ചപ്പ് എപ്പോഴും റബ്ബറിൻ്റെ ഉള്ളിൽ നിലനിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റബ്ബർ ടാപ്പിംഗ് തുടങ്ങാം എന്നുള്ള രീതിയിൽ ഇന്നൊന്ന് തെളിച്ചു. കുറച്ച് മരങ്ങൾക്കൊന്ന് പട്ട ചുരണ്ടി വെച്ചു. റെയിൻ ഗാർഡ് വർക്ക് ചെയ്യണം. അതിനുള്ള ഓരോ പണികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ വന്ന് ടാപ്പർ വന്ന് എല്ലാം തെളിച്ചിട്ടുണ്ട്. തെളിച്ചതിന് ശേഷം ഇത്തവണ റെയിൻ ഗാർഡ് ഇടാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വേണം ടാപ്പിങ്ങൊക്കെ തുടങ്ങാനായിട്ട്. കാട് വെട്ടലും വളം ചെയ്യലും ഒക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിക്കണം. തെളിച്ചതിന് ശേഷം റെയിൻ ഗാർഡ് ഇടുന്നതാണ് നല്ലത്. വെട്ടുചാലിയിൽ നിന്ന് ഒരു ചാൻ മുകളിൽ ആയിട്ട് അങ്ങനെ വരുന്ന ഒരു അകലത്തിൽ വേണം റെയിൻ ഗാർഡ് ഇടാൻ. റെയിൻ ഗാർഡിന് വേണ്ട മെറ്റീരിയലെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇത്തവണ എല്ലാം ഞങ്ങൾക്ക് വാങ്ങേണ്ടതായിട്ട് വന്നു. ഷെയ്ഡൊന്നും അങ്ങനെ ഇരിക്കണില്ല. എല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടായിരുന്നു. കുറച്ച് മാത്രമേ പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ കോല് വീണും ഒക്കെ ആയിട്ട് ഒക്കെ പൊട്ടി, കുറേയൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ പോയി. ഇത്തവണ 150 മരങ്ങൾക്ക് കണക്കാക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ റെയിൻ ഗാർഡ് വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ടാപ്പിംഗ് നിർത്തിയെന്നുള്ളൂ. പലയിടത്തും ടാപ്പിംഗ് നിർത്തിയിട്ട് പോലുമില്ല. ഇത്തവണ ഞങ്ങൾ പഴയതൊന്നും അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ പൊട്ടി നാശമായതാണ്. ഇതൊക്കെ ഇങ്ങനെ വച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ ഒരു പണിയായി പോകും. ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. കുറച്ച് കേട് കുറവുള്ള പൊട്ടലൊക്കെ കുറവുള്ളത് നോക്കി കുറച്ച് ഇവിടെ മാറ്റിയിട്ടേക്കണതാണ്. എങ്ങാനും തികയാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വയ്ക്കാമെന്ന് കരുതി. ഇത്തവണ 150 മരമാണ്, ഏകദേശം 150 മരത്തോളമാണ് റെയിൻ ഗാർഡ് ഇടാൻ ഉണ്ടാവുള്ളൂ. 15 കിലോൻ്റെ പശയാണ് കേട്ടോ. ഇത് മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ. ഇത് 100 എണ്ണം. മീഡിയം ഞങ്ങൾ ഇത്തവണ 3 സൈസിലുള്ളതും മേടിച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ളതും ഉണ്ട്. ഇത് ഈ ഒരു മോഡൽ ഷെയ്ഡ് ഇത്തവണ കുറച്ച് ഇരിക്കണുണ്ടോ. അപ്പോൾ ഇത് നല്ലതാണെന്ന് പറയണ കേട്ടോ. അതുകൊണ്ട് ഞങ്ങളത് മേടിച്ച് നോക്കിയതാണ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് സ്മോൾ സൈസിലുള്ളതാണ്. ഇതൊരു 10-15 എണ്ണം ഇതെടുത്തിട്ടുണ്ട്. അത് തന്നെ ഇത് ലാർജ്. ഇത് 30 എണ്ണം ഉണ്ട് അതിൻ്റെ അടിയിലിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും നീളമുള്ളൂ. ഇത് അടിയിലുള്ളത് ലാർജാണ്. പിന്നെ എല്ലാം ഞങ്ങൾക്ക് ഇത്തവണ മേടിക്കേണ്ടതായിട്ട് വന്നു. 150 മരത്തിന് കണക്കാക്കി ഇപ്പം ആകെ ഒരു 4000 രൂപയെ താഴെ 3800 രൂപയുടെ മെറ്റീരിയലാണ് ഞങ്ങളിപ്പോൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ ടാപ്പിംഗ് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.